1973 ശേഷം ഇറാൻ എന്നല്ല ഒരു അറബ് രാജ്യവും ഇസ്രയേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തിയിട്ടില്ല. അതിന്റെ റെക്കോർഡ് ഏതായാലും ഇറാന് തന്നെ അവകാശപ്പെട്ടതാണ്. ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ, അല്ലാതെ ഹൂതികളിലൂടെയല്ല, ഹിസ്ബുള്ളയിലൂടെയല്ല, അല്ലെങ്കിൽ ഹമാസിലൂടെയല്ല, അല്ലെങ്കിൽ ഷിയ മിലിഷ്യകളിലൂടെയല്ല, മറിച്ച് നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ എന്ന രാജ്യം ഔപചാരികമായി തീരുമാനിച്ചു. അത് നടപ്പാക്കി. അതുകൊണ്ട് വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഞാൻ അത്ഭുതപ്പെട്ടില്ല. തിരിച്ച് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിന്റെ ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാമല്ലോ. അടിയും തിരിച്ചടിയും അവർക്ക് പുതുമയല്ല, പുത്തരിയല്ല. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിശക്തമായ ആക്രമണം അവിടെ പ്രതീക്ഷിക്കാം. പക്ഷെ അത് ഒഴിവാക്കുന്ന തിരക്കിലാണ് നയതന്ത്ര രംഗം. അത് ദോഹയിലൊക്കെ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ പരിസമാപ്തിയിൽ എത്തുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ ദോഹ പിന്മാറുന്ന ഒരു കാഴ്ച കാണുന്നു. അമേരിക്കയ്ക്ക് കാര്യമായി ഇടപെടാനില്ല. കാരണം ഇറാൻ മറുപക്ഷത്താണ്, അമേരിക്കയുടെ ശത്രുപക്ഷത്താണ്. അമേരിക്കയ്ക്ക് മധ്യസ്ഥത വഹിക്കാനുമാവില്ല. റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലയിലുമാണ്.